എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. വെൽക്കം 2025. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഒപ്പം എനിക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങളിപ്പോൾ ജയ്പൂരിലാണുള്ളത്. രാവിലെ എണീറ്റു, ഇന്ന് നാട്ടിലേക്ക് തിരിക്കുകയാണ്. രാവിലെ ഒരു ചായ എല്ലാം കുടിച്ച ശേഷം നാട്ടിലേക്ക് തിരിക്കാമെന്ന് പറഞ്ഞിട്ട് പതിയെ സാവകാശം കഴിച്ചു. എനിക്ക് ഇന്നലെ ഒട്ടും വയ്യായിരുന്നു. രാത്രി ഫുൾ വൊമിറ്റിങ്ങും ലൂസ് മോഷനും ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. നമ്മുടെ ഡോക്ടർ സലീം ഡോക്ടർ ഉള്ളത് കൊണ്ട് ഞാൻ ഒരുവിധം പിടിച്ച് നിൽക്കുകയാണ്. ഡോക്ടർ ഇന്നലെ ഞാൻ വിളിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഡോക്ടറിനെ ഇങ്ങോട്ടേക്ക് തിരിച്ച് വിളിച്ചപ്പോൾ എനിക്ക് എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്ന് രാവിലെ ഡോക്ടറെ വിളിച്ചു, ടാബ്ലറ്റ് വാങ്ങി കഴിച്ചു. ഇപ്പോൾ ഒന്ന് ഓക്കെ ആയിട്ടുണ്ട്. ചായ കുടിച്ച ശേഷം നേരെ നാട്ടിലേക്ക് തിരിക്കാൻ പോവുകയാണ്. അതുപോലെ ലിമയ്ക്ക്, നമ്മുടെ ഫേസ്ബുക്ക് ഫ്രണ്ടായ ലിമയ്ക്ക് ഒരു വലിയൊരു താങ്ക്സ് പറയുന്നുണ്ട്. കാരണം ലിമ എനിക്ക് കുറേ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ജയ്പൂരിൽ എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യേണ്ട ഫുഡും കാര്യങ്ങളും ഒക്കെ ഒരുപാട് എനിക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് കൊതിയായിട്ട് കേരള ഫുഡ് കിട്ടുന്ന ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. അങ്ങനെ ലിമ എനിക്കൊരു റെസ്റ്റോറൻറ്റിൻ്റെ പേരും ഒക്കെ ഗൂഗിൾ മാപ്പിലുള്ള ലൊക്കേഷനെല്ലാം സെൻഡ് ചെയ്തിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ ആ റെസ്റ്റോറൻറ്റിലേക്ക് പോയപ്പോൾ അവിടെ തുറന്നിട്ടില്ല. ഇവിടെ എല്ലാ കടകളും തുറക്കുമ്പോൾ 12 മണിയൊക്കെ ആവും. അപ്പോൾ അവിടെയും തുറന്നിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ലിമ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് സ്ട്രീറ്റിൽ പോവേണ്ട സ്ട്രീറ്റുകളും ഒരുപാട് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഫുഡ് കഴിക്കാൻ ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല ജയ്പൂരിൽ വന്നിട്ട് എന്നുള്ളതാണ്. കുറേ സ്വീറ്റ്സിൻ്റെ പേരൊക്കെ ലിമ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് വയറൊട്ടും സുഖം ഉണ്ടായിരുന്നില്ല. വേദയ്ക്കും അതെ. ഞങ്ങൾക്ക് 2 പേർക്കും ഫുഡ് ഒട്ടും തന്നെ കഴിക്കണമെന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു സാധനവും ടേസ്റ്റ് ചെയ്യാനോ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു വലിയ വിഷമമുണ്ട്. എന്തായാലും ലിമയ്ക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം ഒരുപാട് കാര്യങ്ങൾ ലിമ എനിക്ക് പറഞ്ഞു തന്നു. സ്പെഷ്യലി എനിക്ക് ഈ വയറൊട്ടും സുഖമില്ലാതിരുന്നത് കൊണ്ട് രാവിലെ റൊട്ടി തിന്ന് സത്യമായിട്ടും മടുത്തു കേട്ടോ. ഇപ്പോൾ റൊട്ടിന്ന് കേൾക്കുമ്പോഴേ ഛർദ്ദിക്കാൻ വരും. അപ്പോൾ ഒന്ന് വയറിനോടൊരു ആശ്വാസം ആവട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ കരുതി ഇഡ്ഡലി വേണ്ട, ദോശ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ ദോശ കഴിക്കാൻ കൊതിയായിട്ട് വയ്യ കേട്ടോ. അങ്ങനെയാണ് ലിമയോട് ചോദിച്ചത്. പക്ഷേ ആ കടയും അടച്ചിട്ടേക്കായിരുന്നു. എന്തായാലും താങ്ക് യു ലിമ. അപ്പോൾ ഇത് വേദ ഇന്നലെ വാങ്ങിയ ചപ്പൽ വേദയ്ക്ക് എന്നിട്ടുകൊണ്ട് പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജയ്പൂരിൽ നിന്ന് ഷോപ്പ് ചെയ്ത ജയ്പൂർ ചപ്പൽ എടുക്കുകയാണ് വേദയും പറയാം, എനിക്ക് കോട്ട് സൂട്ടും ഒക്കെ ഇട്ടിട്ട് ദേഷ്യം വരുന്നുണ്ടോ, ഒന്ന് ഷോർട്സൊക്കെ ഇടാൻ കൊതിയായിട്ട് വയ്യ. വേദയ്ക്ക് ഒട്ടും ഫുഡ് പറ്റുന്നില്ല കേട്ടോ. എനിക്കും അതെ. എനിക്കിപ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ കേൾക്കുമ്പോഴേ ഒട്ടും പറ്റുന്നില്ല. ഈ പറാത്ത എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ വേദ ഇതുപോലെ അവിടുന്ന് നമ്മളൊരു ഡ്രസ്സൊക്കെ വേദയ്ക്ക് ഒരു പെറ്റിക്കോട്ട് പോലത്തെ ഒരു ഫ്രോക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ടോളാൻ വേദയ്ക്ക് കൊതിയായിട്ട് വയ്യ. പക്ഷേ ഈ തണുപ്പത്തിട്ടാൽ ഭയങ്കരമായിട്ട് പറ്റത്തില്ല, പണി കിട്ടും. ഭയങ്കര തണുപ്പ് കേട്ടോ. ഇവിടെ ജയ്പൂരിൽ ഭയങ്കര തണുപ്പ്. ഇന്നലെ ഞാനൊരു കമൻറ്റ് കണ്ടു, ഇവിടെ വേറെ ആരും തൊപ്പി വെച്ചിട്ടില്ലല്ലോ, പിന്നെ നിങ്ങൾ മാത്രം തൊപ്പി വെച്ചിരിക്കുന്നത് ഭയങ്കര ബോറായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല തണുപ്പ്. കാരണം ഒന്നാമത് സഹിക്കാൻ പറ്റുന്നില്ല, സത്യം തന്നെയാണ്. ഇതൊക്കെ ഇട്ടാൽ സഹിക്കാൻ പറ്റും, അല്ലാതെ ഇതൊക്കെ അഴിച്ചു മാറ്റിയാൽ ഒട്ടും സഹിക്കാൻ പറ്റാത്ത തണുപ്പ് തന്നെയാണ്. എനിക്ക് കോൾഡ് കൂടെ ഉള്ളതുകൊണ്ട് ഭയങ്കര പേടി. പനിയും കാര്യം പിടിച്ച് കിടന്നു പോയാൽ ഫുൾ കുളമാവും. ഒന്ന് ജസ്റ്റ് ഒരു വയറുവേദന വന്നപ്പോഴേ ഈ ഒരു പ്രശ്നം. അപ്പോൾ ഒന്ന് കോൾഡൊക്കെ പിടിച്ച് കിടന്നാലോ. ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്തൊരു ഹോസ്പിറ്റലുണ്ട്. പക്ഷേ അവിടെ രാത്രി ഞങ്ങൾ എത്തിയപ്പോൾ 9-9:30 മണിയായി. അവിടെ ഇല്ലായിരുന്നു. രാവിലെ 10 മണിയാവും ഹോസ്പിറ്റൽ ഓപ്പൺ ആവാനെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തില്ല. ഞങ്ങൾ രാവിലെ തന്നെ തിരിച്ചാലേ നമുക്ക് 2 ദിവസം കൊണ്ടെങ്കിലും വീടെത്താൻ പറ്റത്തുള്ളൂ. ലേറ്റ് ആവുന്നതോറും നമ്മൾ വീട്ടിലെത്തുന്നതിൻ്റെ സമയം വീണ്ടും ലേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഇതാണ് വേദ വാങ്ങിയ ചപ്പലോട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാണ്. റൂം വെക്കേറ്റ് ചെയ്ത് നമ്മൾ പോവുകയാണ്. നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ തിരിക്കുകയാണ്. സത്യമായിട്ട് എന്ത് സന്തോഷമെന്നറിയോ. വീട്ടിലൊന്ന് എത്തിപ്പെട്ടാൽ മതി. സത്യം ഓൾ ഇന്ത്യ ടൂറൊക്കെ പ്ലാൻ ചെയ്തതാണ്, ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ. എങ്ങനെ പോകുമെന്ന് എനിക്ക് ഒരു മനസ്സിലൊരു ഐഡിയയും കിട്ടുന്നില്ല കേട്ടോ. ഇപ്പോഴല്ല, എപ്പോഴെങ്കിലും ഒന്ന് ഓൾ ഇന്ത്യ ട്രിപ്പ് കാറിലൊക്കെ പോകണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ഫുഡിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെയാണെങ്കിൽ ദൈവമേ എന്ത് ചെയ്യുമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഇവരുടെ പുലാവൊന്നും എനിക്ക് ഒട്ടുമേ ഇഷ്ടപ്പെടുന്നില്ല. ഈവൻ ബിരിയാണി പോലും എനിക്ക് മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് കഴിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ നോൺ വെജ് ഒട്ടും കഴിക്കാൻ പറ്റില്ല. ഡൽഹി ഓക്കെ ആയിരുന്നു. ബാക്കിയുള്ള ഒരു സ്ഥലങ്ങളിൽ നിന്ന് നോൺ വെജ് മാക്സിമം കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇവിടെ വന്ന് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണോ പണി തന്നത്, അതോ ഇനി പാനിപൂരി ആണോ എന്താണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഓൾ ഇന്ത്യ വല്ല ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഫുഡിൻ്റെ കാര്യം വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ പാവം വേദ
മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളോടൊപ്പം നിൽക്കുന്നുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. നമുക്കൊരു ജ്യൂസ് പോലും വാങ്ങി കുടിക്കാൻ പറ്റത്തില്ല, കാരണം ഇവിടുത്തെ വെള്ളമൊക്കെ എങ്ങനെയാണെന്ന് പോലും അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ജ്യൂസ് പോലും വിശ്വസിച്ച് വാങ്ങി കുടിക്കാൻ പറ്റില്ല. അതാണ് ഏറ്റവും മെയിനായിട്ടുള്ള ഒരു പ്രോബ്ലം. ഞങ്ങളൊരു 2-3 കടയിലെങ്കിലും ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചിട്ടുണ്ടാവും. ഒരിടത്തും ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, ചായയില്ല, ഒന്നുമില്ല. ഇവരൊക്കെ 12-1 മണി, മഞ്ഞൊക്കെ ആയത് കൊണ്ടാവാം 1 മണിയൊക്കെ ആയിട്ടാണ് കടകൾ തുറക്കുന്നത്. ഇതിപ്പോൾ 10 മണിയായിട്ടും ദേ ഇവിടെ ഇപ്പോഴും ഭയങ്കര മഞ്ഞായിട്ട് നിൽക്കുകയാണ്. ചെറിയ മഴ പൊടിയുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ജയ്പൂർ നിൽക്കുന്നേ ഉള്ളൂ. ജയ്പൂർ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഫുഡിന് വേണ്ടിയിട്ട്. ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കാണുകയാണെങ്കിൽ കഴിക്കാമെന്ന് കരുതി ഒരു രക്ഷയില്ല കേട്ടോ. അവസാനം അവിടെയുള്ള കച്ചോടി കടയിൽ തന്നെ വന്നു സത്യമായിട്ട് ഛർദ്ദിക്കാൻ വന്നത്. ഈ ഡബ് ചെയ്യുമ്പോൾ കൂടി എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഞാൻ ബഹളം വെച്ചു, കച്ചോടി എനിക്ക് കിട്ടിയില്ല എന്ന് കഴിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സാധനത്തിൻ്റെ പേര് കേൾക്കുമ്പോഴേ എനിക്ക് ദേഷ്യം കേട്ടോ. ഇവിടെ കയറിയപ്പോൾ ഒന്നുമില്ല, ചായ കുടിക്കാമെന്ന് പറഞ്ഞ് കയറിയത്താ ചായയില്ല, പിന്നെ കച്ചോടിയെങ്കിൽ കച്ചോടി. കാരണം എനിക്ക് ടാബ്ലറ്റ് കഴിക്കേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും കഴിക്കാണ്ട് പറ്റത്തില്ല. വേദ അവിടെ ഇരുന്ന് എന്തോ ഒരു ചോക്ലേറ്റ് ബോൾ വാങ്ങി, അത് കഴിച്ചപ്പോൾ എനിക്ക് ഒന്നും ഒരു സാധനവും വേണമെന്നില്ല. എനിക്കെന്തോ വൃത്തികെട്ടൊരു ടേസ്റ്റ് പോലെ തോന്നി. ഞാൻ ചോക്ലേറ്റ് ബോൾ കഴിച്ചില്ല. അങ്ങനെ കച്ചോടിയെങ്കിൽ കച്ചോടി, ഗുളിക കഴിക്കാറില്ലേ, അതുകൊണ്ട് എന്തെങ്കിലും പണ്ടാരടങ്ങാമെന്ന് പറഞ്ഞ് ആ സാധനം വാങ്ങിച്ചു. അത് വാങ്ങിച്ചപ്പോഴേക്കും അതിനകത്ത് പൊട്ടാറ്റോയോ എന്തൊക്കെയോ വെച്ചിട്ട് ഒന്നാമത് ഗ്യാസ് കയറിയിട്ട് എനിക്ക് വയറ് സുഖമില്ല. ഇനി അതിൻ്റെ മീതി പൊട്ടാറ്റോടെ കഴിക്കാൻ എനിക്ക് വയ്യ. ആ മസാല എല്ലാം മാറ്റിയിട്ട് ആ മുകൾ ഭാഗം മാത്രം ഞാൻ ലേശം കഴിച്ചു കേട്ടോ. എനിക്ക് ഇതിപ്പോൾ പറയുമ്പോൾ കൂടി ഛർദ്ദിക്കാൻ വരുന്നത് എന്താണെന്ന് അറിയില്ല. ഞാൻ വെറുത്ത് പോയി നോർത്ത് ഇന്ത്യൻ പറാത്തയും കറികളും. അവരോട് ഇത് സാധനം മുക്കി കഴിക്കാൻ എന്തെങ്കിലും ഒരു ചട്നി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരൊരു ചട്നി തന്നു. ഡാൽ കറിയാണ്. വീണ്ടും ഗ്യാസ്. എങ്കിലും കുഴപ്പമില്ലൊന്ന് മുക്കി കഴിക്കാമെന്ന് പറഞ്ഞ് അതെടുത്ത് മുക്കിയപ്പോൾ അതും അതിനപ്പുറത്തെ വൃത്തികെട്ടൊരു ടേസ്റ്റ്. ഈശ്വര സമ്മതിക്കണം കേട്ടോ ഈ നോർത്ത് ഇന്ത്യൻസ്. അവർക്ക് രാവിലെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ഈ കച്ചോടി 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 തന്നെ. എന്താ ഒരു ദോശയോ ഒരു ഇഡ്ഡലിയോ ഒന്നുമില്ല. അല്ലെങ്കിൽ പറാത്ത കിട്ടുമ്പോൾ 11-12 മണിയാവും. എങ്ങനെയൊക്കെ പണ്ടാരത്ത് കുറേച്ച് ഞാനും വേദയും കൂടെ, വേദം ഒട്ടും കഴിച്ചില്ല, ഞാനൊരു സൈഡ് ഗുളിക കഴിക്കണമെന്ന് കരുതിയിട്ട് കഴിച്ചു. എന്നിട്ട് വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ്. അത് കഴിക്കാത്തത് കൊണ്ട് ഏട്ടൻ കൊണ്ടുവന്നൊരു ചായക്കടയിൽ നിർത്തി. നമ്മുടെ ടോൾ പ്ലാസയൊക്കെ കഴിയുമ്പോൾ നിറയെ കടകൾ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് അതുപോലൊരു ടോൾ പ്ലാസ കഴിഞ്ഞപ്പോൾ ഒരു കട കണ്ടു. അവിടെ നിർത്തിയിട്ട് അവിടെ നിറയെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ കയറിയ കടയിൽ ബിസ്ക്കറ്റെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങാമെന്ന് പറഞ്ഞ് കയറിയതാണ്. അവിടെ ബിസ്ക്കറ്റൊന്നുമില്ല, കുറേ ചോക്ലേറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇവിടെ ഒരു 3 ചായ പറഞ്ഞു. ആ ചായ ആണെങ്കിൽ കഴിച്ചിട്ട് കുടിക്കാൻ വയ്യായിരുന്നു കേട്ടോ. മധുരം ആവശ്യത്തിന് ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഭയങ്കരമായിട്ട് കടുപ്പം കൂടിപ്പോയി. പിന്നെ വേദയ്ക്ക് ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞ് ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുത്തു. ഞാൻ അവിടെ കുപ്പിക്കകത്തിട്ട് വെച്ചിരുന്നൊരു ബിസ്ക്കറ്റ് എടുത്തു. പക്ഷേ ആ ബിസ്ക്കറ്റും എനിക്ക് കഴിക്കണമെന്നുണ്ടായിരുന്നില്ല. പകുതി കഴിച്ചിട്ട് ഞാനതൊക്കെ ബാക്കി കളഞ്ഞു. എനിക്കെന്തോ ഒന്നും വേണമെന്നുണ്ടായിരുന്നില്ല കേട്ടോ. അയ്യോ, എനിക്ക് ആകെ കൂടി ഞാൻ പെട്ടുപോയി. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ വലിയ അഹങ്കാരത്തോട് ഞാൻ പറഞ്ഞതാണ് എനിക്ക് ഒന്നും പറ്റിയില്ല, ഫുഡ് പോയിസൺ അടിച്ചില്ല എന്നൊക്കെ ഭയങ്കര ജാടയ്ക്ക് പറഞ്ഞു. പിറ്റേ ദിവസം കറക്റ്റായിട്ട് എനിക്ക് പണി കിട്ടി കേട്ടോ. എന്തായാലും ഒരു ഫുഡും കഴിക്കണമെന്നില്ല, ഒരു ബിസ്ക്കറ്റ് പോലും കഴിക്കണമെന്നില്ല, ചായയും എനിക്ക് കുടിക്കണമെന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല ഈ ടാബ്ലറ്റൊക്കെ കഴിക്കുന്നതുകൊണ്ട് എന്തായാലും എന്തെങ്കിലും കഴിച്ചില്ലേ പറ്റുള്ളൂ എന്നൊരു കഴിച്ചതാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ കാഷ്യൂൻ്റെ ഇത് കിടക്കുന്നുണ്ടോ, അങ്ങനെ ഒരു കാഷ്യൂ വാങ്ങി. അതും വേണമെന്നില്ല, അതൊക്കെ ഞാൻ നന്നായിട്ട് കഴിക്കുന്ന ആളാണ്, പക്ഷേ അതുപോലും എനിക്ക് കഴിക്കണമെന്നുണ്ടായിരുന്നില്ല. ആ കവറിലാണെങ്കിൽ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. 2-3 കാഷ്നട്ട് ഉണ്ടായിരുന്നു. അവിടെ ഒരു പട്ടി നിൽക്കുന്നുണ്ട്, അതിന് വേദ ബിസ്ക്കറ്റെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. ആ പട്ടി തിരിഞ്ഞു പോലും നോക്കുന്നില്ല കേട്ടോ ബിസ്ക്കറ്റ്. പട്ടിക്ക് ഭയങ്കര ജാട, വേദ ചമ്മിപ്പോയി. അങ്ങനെ എന്നിട്ട് ബിസ്ക്കറ്റും ഇട്ട് കൊടുത്തിട്ട് വേദ അവിടെ ചെന്നിരുന്നപ്പോൾ ആ പട്ടി ചുമ്മാ വേദയുടെ അടുത്ത് കിടന്ന് കറങ്ങുന്നുണ്ട്. അതൊരു വൃത്തിയില്ലാത്ത പട്ടി, റോഡ് സൈഡിലൊക്കെ ഉള്ളതല്ലേ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കാറിൽ കയറിയിരുന്നു. ചായ ആയപ്പോൾ ഏട്ടൻ ചായ കൊണ്ടൊന്ന് ഞങ്ങളുടെ കയ്യിൽ തന്നു. പക്ഷേ ഏട്ടനെ സമ്മതിക്കണം കേട്ടോ, ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വന്നോ. പാവം ഇന്നലെ രാത്രി ഞാൻ ഗ്യാസിൻ്റെ ടാബ്ലറ്റും ഒരു പെയിൻ കില്ലറൂടെ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു. എവിടെയോ ചെന്ന് ടാബ്ലറ്റെല്ലാം വാങ്ങിയിട്ട് വന്നു. രാവിലെ ഡോക്ടർ ഗുളിക അയച്ചു തന്നപ്പോൾ ലൂസ് മോഷൻ്റെയും വോമിറ്റിങ്ങിൻ്റെ എൻ്റെ എമിഫിലിം എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അത് തന്നെയാണ് ഞാൻ വേദ വോമിറ്റ് ചെയ്തപ്പോൾ അവൾക്ക് കൊടുത്തത്. വോമിറ്റിങ്ങിനുണ്ട്, ലൂസ് മോഷൻ്റെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ കഴിച്ചിരുന്നത് ഏറ്റില്ല. അതുകൊണ്ട് ഡോക്ടർ വിളിച്ച് ചോദിച്ചു. ആ ഗുളിക എല്ലാം ഏട്ടൻ ചെന്ന് രാവിലെ വാങ്ങിയിട്ട് വന്നു. പാവം കേട്ടോ, സമ്മതിക്കണം. എന്നിട്ട് ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറേ ദൂരം പോയപ്പോൾ വണ്ടിയിൽ നൈട്രജൻ ഒന്ന് ചെക്ക് ചെയ്യണമായിരുന്നു. കുറേ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഇതുവരെയും ചെക്ക് ചെയ്തില്ല. അങ്ങനെ അവിടെ ഒരു സ്ഥലത്ത് നിർത്തി, പമ്പിൽ നിർത്തി ചെക്ക് ചെയ്തപ്പോൾ ഞാനൊന്ന് വാഷ്റൂമിലെല്ലാം പോയിട്ട് വന്നു. വേദ ഉറക്കം വേദ എണീക്കുന്നില്ല. ഈ സൈഡിൽ 4 സൈഡും രാജസ്ഥാൻ ഫുൾ കടുക് കൃഷിയാട്ടോ. 4 സൈഡിലും കടുകാണ്. മഞ്ഞ കളറിൽ നിറയെ പൂക്കളമായിട്ട് സൂപ്പർ കേട്ടോ.
എന്നിട്ട് നമ്മൾ ഗൂഗിളിട്ടാണ് പോകുന്നത്. ഗൂഗിളമ്മച്ചിയുള്ള കാട്ട് റൂട്ടെല്ലാം എവിടേക്കോ കൊണ്ടുപോകുന്നുണ്ട്. ഇനി രാജസ്ഥാനിൽ കാണാനുള്ള ഗ്രാമങ്ങൾ വേറെ ഇല്ലെന്നാണ് തോന്നുന്നത്. അത്രയേറെ ഗ്രാമങ്ങളിലൊക്കെ ഏതൊക്കെ വീടിൻ്റെ നടയിൽ കൂടെയൊക്കെ നമ്മൾ പോകുന്നുണ്ടായിരുന്നു. എവിടെയാണെന്നൊന്നും ഒരു പിടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏട്ടൻ പറയാണ്, അപ്പം നമുക്ക് NH44 കിട്ടില്ല, ഈ റോഡ് വഴിയേ പോകാൻ പറ്റത്തുള്ളൂ. ഏട്ടൻ പറയായിരുന്നു രാത്രിയൊക്കെ നമ്മൾ ഈ റോഡ് കയറിയാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു പേടി കേട്ടോ. കാരണം ഈ റോഡല്ല ഞാൻ ഉദ്ദേശിച്ചത്, വേറെയും കുഞ്ഞു റോഡുകൾ, വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പിള്ളേരൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഒരു വണ്ടി വന്നാൽ വേറൊരു വണ്ടി പോകത്തില്ല. അത്രയും കുഞ്ഞ് നേരോ റോഡ് വഴിയൊക്കെ പോകുന്നുണ്ടായിരുന്നു. അവസാനം എവിടേക്കോ ചെന്ന് നമ്മൾ എവിടേക്കോ എത്തിപ്പെട്ടു കേട്ടോ. വലിയ റോഡിലൊക്കെ കയറി. ഇവിടെയൊക്കെ നിറയെ ഫോട്ടോകൾ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഫോട്ടോ ആണെന്ന് തോന്നുന്നു. എല്ലാം ഒരേ പാറ്റേണിൽ കുന്നിൻ്റെ മുകളിലൊക്കെയാണ് ഇരിക്കുന്നത്. എന്തായാലും കാണാനൊക്കെ നല്ല രസമുണ്ട്. കുറേ സൈഡ് കൃഷിയാണെങ്കിൽ കുറേ സൈഡ് ഇങ്ങനെ വെറുതെ പാറ പോലെ കിടപ്പുണ്ട്. എന്തായാലും ഗൂഗിളമ്മച്ചി കാട്ട് റൂട്ടിൽ കൂടെയൊക്കെ നമ്മളെ കൊണ്ടുപോയെങ്കിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ. എല്ലാം സ്ഥലങ്ങളൊക്കെ കണ്ടു പോകാനായിട്ട് നല്ല ഭംഗിയുള്ള കുറേ സ്ഥലങ്ങളായിരുന്നു. രാജസ്ഥാൻ ഫുൾ നമ്മൾ കവർ ചെയ്തു എന്നാണ് തോന്നുന്നത്. അത്രയ്ക്കുണ്ടായിരുന്നു. നമ്മൾ ജയ്പൂരിൽ നിന്ന് നേരെ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ബാംഗ്ലൂർ അങ്ങനെയാണ് പോകുന്നത്. ഇതിനിടയ്ക്ക് ഒരു 2 സ്റ്റേ ഉണ്ടാവും, 2-3 സ്റ്റേ ഉണ്ടാവും. അത് കഴിഞ്ഞ് നേരെ നാട്ടിലെത്തും. ഈ ഒരാഴ്ച തന്നെ നമ്മൾ നാട്ടിലെത്തും. ദേ ഇവിടെ വെള്ളച്ചാട്ടമൊക്കെ പോകുന്നുണ്ട് കേട്ടോ. വെള്ളമൊക്കെ കിട്ടുന്ന സ്ഥലം തന്നെയാണ്. രാജസ്ഥാനിൽ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ഏരിയകളൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ ഇത് വെള്ളമുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. എന്നിട്ട് ഉച്ചയായപ്പോൾ ഞങ്ങൾ കഴിക്കാനായിട്ടൊരു സ്ഥലത്ത് കൊണ്ട് നിർത്തി. ദൈവമേ, വീണ്ടും റൊട്ടിയും ഡാൽ കറിയും കഴിക്കണമല്ലോ. ഡാലല്ല, ഏത് കറി വാങ്ങിച്ചാലും ഒരു വൃത്തികെട്ട ടേസ്റ്റ്. ആ സാധനം കഴിക്കണമല്ലോ എന്ന് ആലോചിച്ച് ഇങ്ങനെ കയറി. അപ്പോൾ അതേ 2 ഷിറ്റ്സ് കുട്ടന്മാർ ഷർട്ടെല്ലാം ആയിട്ട് നിൽക്കുകയാണ്. ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ഏത് കടകളുടെ ഫ്രണ്ടിൽ വന്നാലും ഒരു പട്ടിയുള്ള ആരെങ്കിലും കാണാറുണ്ട് കേട്ടോ. ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് ഷിറ്റ്സ്, ഏതെങ്കിലും ഒരാളുടെ കയ്യിൽ ഒരു ഷിറ്റ്സും ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്നത് കാണാം. ഇന്നിപ്പോൾ 2 ഷിറ്റ്സുവിനെ കണ്ടു. അങ്ങനെ ഞങ്ങൾ ആ ഹോട്ടലിലേക്ക് കയറിയപ്പോൾ തന്നെ കറികളുടെയൊക്കെ ഒരു മണം. അയ്യോ, എന്ത് കഴിക്കും. ഞാൻ കരുതി എന്തായാലും ഞാൻ റൈസും തൈരും അല്ലാതെ വേറെ ഒരു സാധനം കഴിക്കില്ല. കൊതിയായിട്ട് വയ്യ കേട്ടോ, സത്യം. റൈസും തൈരും കഴിക്കാനായിട്ട് കൊതിയായി. അങ്ങനെ ഞാൻ റൈസും തൈരും ഓർഡർ ചെയ്തു. ഭാഗ്യത്തിന് അവിടെ ഉണ്ടായിരുന്നു. ചോറൊക്കെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. മറ്റേ പുലാവ് അതൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവരുടെ പുലാവും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് പ്ലെയിൻ റൈസും തൈരും മാത്രം മതിയെന്ന് പറഞ്ഞു. തൈര് ഞാൻ വെജ് റൈത്ത പറഞ്ഞു, അതായത് സാലഡ്, നമ്മുടെ സാലഡ് ക്യൂക്കുംബറും അണിയനും ഒക്കെ ഇട്ടിട്ട് വരുന്ന തൈരിലിട്ടിട്ടുള്ള സാലഡ് അത് പറഞ്ഞു. അതിന് സ്പെഷ്യൽ പ്രൈസ് കൊടുക്കണം കേട്ടോ. ഇവിടെ തൈര് വാങ്ങുന്നതിനും പ്രത്യേകം പൈസ കൊടുക്കണം. അങ്ങനെ റൈസ് കൊണ്ടുവന്നു. റൈസ് നമ്മുടെ ബസുമതി റൈസ് തന്നെയാണ്. അവർ ബിരിയാണിക്കും പുലാവിനും ഒക്കെ എടുക്കുന്ന റൈസ് തന്നെയാണ് പ്ലെയിൻ റൈസ് ആയിട്ട് ചോദിക്കുമ്പോഴും കൊണ്ടുതരുന്നത്. സാധാരണ പൊന്നിയരിയെങ്കിലും തരാറുണ്ട്. ഇതിപ്പോൾ അത് കിട്ടിയില്ല, ബസുമതി റൈസാണ് കിട്ടിയത്. ബസുമതിയെങ്കിൽ ബസുമതി. പക്ഷേ സത്യം പറയാലോ, റൈസ് വെറുതെ എടുത്ത് കഴിച്ചപ്പോഴും ഭയങ്കര ടേസ്റ്റായിരുന്നു. ഉപ്പൊന്നും ഉണ്ടായിരുന്നില്ല റൈസിന്, പക്ഷെ എന്തോ ഭയങ്കര ടേസ്റ്റായിരുന്നു. അത് എനിക്ക് കൊതിയായിട്ട് കഴിച്ചിട്ടായിരുന്നോ എന്താണെന്ന് അറിയില്ല. കൊതിയല്ല, എനിക്ക് വേറൊരു സാധനവും വേണ്ട. എനിക്ക് വേറൊന്നും കഴിക്കാൻ തോന്നില്ല. എനിക്ക് ചോറും തൈരും മാത്രം കഴിക്കാൻ തോന്നുള്ളൂ. ഏട്ടൻ്റെ വീണ്ടും റൊട്ടിയും എന്തോ ടൊമാറ്റോ എന്തൊക്കെ സാധനം വാങ്ങിച്ച് കഴിക്കുന്നു. അത് കാണുമ്പോൾ തന്നെ ദേഷ്യം വരുന്നുണ്ട്. വേദയ്ക്കും മതിയായി, വേദയും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ അണിയൻ റൈത്തയും വന്നു. ചോറും റൈത്തയും കൂടെ കൂട്ടി കഴിച്ചു. കുറച്ച് കൂടുതൽ തൈരെടുത്ത് ഞാൻ കഴിച്ചു. തൈരൊക്കെ വയറിന് നല്ലതല്ലേ, അതുകൊണ്ട് കഴിച്ചു. പക്ഷെ തൈര് ഐസ് പോലെ ഇരിക്കുകയായിരുന്നു. എങ്കിലും കുഴപ്പമില്ലാന്ന് കരുതിയിട്ട് നല്ല തൈരൊഴിച്ച് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചോറും ഇതെല്ലാം കൂടി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സത്യം കേട്ടോ, വീട്ടിലാണെങ്കിൽ ഈ ചോറും തൈരും കണ്ടാൽ ഞാൻ തിരിഞ്ഞു പോകുന്ന ആളാണ്. ആ ചോറും തൈരും ആസ്വദിച്ച് കഴിക്കുന്നത് ഇപ്പോൾ കേട്ടോ. ദോശ ഇഡ്ഡലിയൊക്കെ തൂന്ന് പറഞ്ഞ് തുപ്പിക്കളയുന്ന ഞാനിപ്പോൾ ദോശയ്ക്കും ഇഡ്ഡലിക്കും കൊതിക്കുന്നു. സത്യം, ഇതാണ് കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ല എന്ന് വരുത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നമ്മൾ ഒരിക്കലും ആഹാരത്തിനോടൊരു വെറുപ്പും കാണിക്കാൻ പാടില്ല എന്നുള്ളത്. അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റില്ല കേട്ടോ. 2 ദിവസമൊക്കെ മാക്സിമം പറ്റും. അത് കഴിഞ്ഞാൽ മലേഷ്യയിൽ പോയപ്പോഴും ഇത് തന്നെയായിരുന്നു അവസ്ഥ. എനിക്ക് എങ്ങനെയും വീട്ടിൽ ചെന്നിട്ട് ചോറും കപ്പയും മീൻകറിയും കൂടെ കഴിക്കാനായിരുന്നു എനിക്ക് കൊതി. പറ്റത്തില്ല, എന്നെക്കൊണ്ട് പറ്റത്തില്ല. പറ്റുന്നവരുണ്ടാവും, പക്ഷേ എന്നെക്കൊണ്ട് 2 ദിവസത്തിൽ കൂടുതൽ നമ്മുടെ കേരള ഫുഡല്ലാതെ വേറെ ഒന്നും പറ്റില്ല. എന്തായാലും ബാക്കി വിശേഷം പുറകെ വരുന്നതാണ്.